വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് അമ്മയിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ ഒരു വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പരാതി എടുത്തില്ല, മൊഴിയൊക്കെ എടുത്തായിരുന്നു, പക്ഷെ പരാതി എടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ ഇൻഫോ പാർക്ക്, ഞാൻ കാക്കനാട് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരാതി പറഞ്ഞു. അന്നും പരാതി എടുത്തില്ല. എൻ്റെ പരാതി ഇരുന്ന് കുറേ നേരം കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അനൂപ് ചന്ദ്രൻ ചേട്ടന് ഒരു ഫോൺ കോൾ പോലും ചെയ്ത് അന്വേഷിച്ചിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇതേ സ്റ്റേറ്റിൽ തന്നെയാണ് എനിക്കെതിരെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തക എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുക്കുകയും ഒരു ചെറിയ മെസ്സേജ്, ദുബായി പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു, എൻ്റെ സുഹൃത്ത് കണ്ടിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മേൽ തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഹരാസ് ചെയ്തത്. അത് ഇൻറ്ററോഗേറ്റ് ചെയ്തത് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ചേച്ചിയും അവരുടെ ഭർത്താവും SI രേഷ്മ മാമും കൂടെയാണ്. 3 പേരും കൂടെ ആയിരുന്നു ഇൻറ്ററോഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചെറിയ മെസ്സേജിൻ്റെ പുറത്ത് എന്നെ വിളിച്ച് അങ്ങനെ എന്നെ ഇൻറ്ററോഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തിൽ ഞാനൊരു പരാതിയുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അത് ഡിഫേമേഷനിലേക്കാണ് പോവുക എന്ന് പറയുന്നതിൽ എത്രത്തോളം ന്യായമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നീന ചേച്ചിയെ ടിനി ടോം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം പറയുന്നത് ഡയറക്റ്റായിട്ടാണ് നീന ചേച്ചിയോട് അസഭ്യം പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട പലരുണ്ട്, എത്ര പേര് അതിന് സാക്ഷി പറയുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനെതിരെയും നീന ചേച്ചി അമ്മയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെപ്പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിൻ്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്, എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണമെന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ